ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുമായി മനുവാണ്. ഇന്ന് നമ്മളുള്ളത് ചേർത്തല പാണാവള്ളിയിലുള്ള അസീസി സ്പെഷ്യൽ സ്കൂളിലാണ്. 4 വയസ്സുകാരൻ മുതൽ 45 വയസ്സുകാരൻ വരെ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ കഥയാണ് ഇന്നത്തെ കുഞ്ഞു സ്റ്റോറി പക്കാ പോസിറ്റീവ്. ഈ കുട്ടികൾ ഭിന്നശേഷിക്കാരല്ല, എക്സ്ട്രാ കഴിവുള്ള കുട്ടികളാണ്. അവർ അവരുടെ ലോകത്ത് ഹാപ്പിയാണ്. ആടിയും പാടിയും ചിരിച്ചും കളിച്ചും അവർ സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. അവിടെ ഇവരെ കാത്തിരിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കരുതി ഇവരുടെ ഓരോ കാര്യത്തിലും ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാരും ആയമാരും ടീച്ചർമാരുമാണുള്ളത്. അവരുടെയൊക്കെ ഒരു ദിവസമാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് കഴിയാലും പോലെ പറിച്ചാട്ട് എന്നാളും കൂടെയുണ്ട് നിന്നെ പിരിയാതൊരുവൻ, എന്നാളും കൂടെയുണ്ട്. മിഴി നിറഞ്ഞു മനം നിറഞ്ഞു തളർന്നു വീണു ഞാൻ. ഇരുളുമൂടും വഴികളേറി കടന്നു പോകണം. ആരുമില്ല കാവലായി കാത്തുകൊള്ളുക നീ, കാത്തുകൊള്ളുക നീ. മിഴി നിറഞ്ഞു മനം മുറിഞ്ഞു തളർന്നു വീണു ഞാൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ദോശയും തക്കൻ എന്താ കഴിച്ചത്? പുട്ടും പഴം. എല്ലാവരും കഴിച്ചു അല്ലേ? എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരണം അല്ലേ നമ്മൾ? ഓക്കെ. എൻ്റെ പേര് സിസ്റ്റർ ഡോളി. ഞങ്ങൾ CTC സഭയിലെ
അതായത് തെരേസ്യൻ കാർമലൈറ്റ്സ് കോൺഗ്രിഗേഷനാണ് ഞങ്ങളുടെ. അപ്പം അതിൻ്റെ കീഴിലാണ് ഈ SSC സ്പെഷ്യൽ സ്കൂള്. സ്കൂള് തുടങ്ങിയിട്ട് 19ാമത്തെ വർഷമാണ്. 2005 ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ പുതിയ ബിൽഡിങ്ങിലോട്ട് നമ്മൾ വന്നിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ കോൺവെൻറ്റിൻ്റെ സൈഡിൽ ആ ബോർഡിങ്ങും ആയിരുന്നു പഴയ സ്കൂളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾ കൂടിയതനുസരിച്ചാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പുതിയൊരു സ്ഥാപനം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം നിലവിൽ 120ഓളം കുട്ടികൾ, വ്യത്യസ്തമായ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 4.5 വയസ്സ് തുടങ്ങി 55 വയസ്സ് വരെയുള്ള കുട്ടികളും വ്യക്തികളുമാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ 8 ക്ലാസ്സായിട്ടാണ് ഇവിടെ നമ്മൾ ഡിവിഷൻ ചെയ്ത് അധ്യാപകരെ പഠിപ്പിക്കുന്നു. ഇവിടെ 21 ടീച്ചേഴ്സും നോൺ ടീച്ച് സ്റ്റാഫുമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ തെറാപ്പി സെക്ഷൻസ് ഉണ്ട് ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഗവൺമെൻറ് നിഷ്കർഷിച്ചിരിക്കുന്ന സ്റ്റേറ്റ് സിലബസ് 5 വർഷത്തിൻ്റെ ഇടയിൽ പഠിക്കുന്ന കുഞ്ഞു കുട്ടികളുടെ ഇതാണ് ടീച്ചേഴ്സ് ഫോളോ ചെയ്യുന്നത്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ 64 കുട്ടികളോളം ഇവിടെ ഉണ്ട്. അവർ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത കഴിവുകളോട് കൂടി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന അധ്യാപകരും അനധ്യാപകരും ഇവിടെ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഈ കുട്ടികൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ബാഗ് നിർമ്മാണം, തുണിസഞ്ചി അത് സ്റ്റിച്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ മെഴുകുതിരി നിർമ്മാണം, പൊന്ത നിർമ്മാണം, പൂക്കൾ നിർമ്മാണം, വേസ്റ്റ് കൊണ്ടുള്ള മെറ്റീരിയൽസിലുള്ള ഒത്തിരി വസ്തുക്കൾ നിർമ്മിക്കുന്നു. ഡെക്കറേഷൻസ് സാധനങ്ങൾ നിർമ്മിക്കുന്നു. പേപ്പർ പെൻ, അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് ഐറ്റംസ്, മറ്റേ ലോഷൻസ്, ലിക്വിഡ്, അങ്ങനത്തെ കുറച്ച് സോപ്പ് പൗഡർ അങ്ങനെയുള്ള കുറേ നിർമ്മിച്ച് അവർ തന്നെ അവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ അയൽപ്പക്കക്കാരും ഇടവക ജനങ്ങളും അതിൽ കൂടുതൽ വാങ്ങി സഹായിക്കുന്നുണ്ട്. പിന്നെ സ്നാക്സ് ഐറ്റംസും കൂടി സീസൺ അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള പിക്കിൾസ്, അച്ചാറുകൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതും പല രീതിയിൽ നമുക്ക് വിറ്റ് വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഒത്തിരി നല്ല വ്യക്തിത്വങ്ങളുണ്ട്. കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഒത്തിരിയേറെ ശ്രമിക്കുന്ന ഒരു സ്ഥാപനമാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർത്ത് നിർത്തുന്ന, അതോടൊപ്പം ദൈവത്തിൻ്റെ ദിവ്യ അംശമുള്ള ഈ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്വന്തം പോലെ ചേർക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇന്ന് 18 വയസ്സുള്ള കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തപ്പെടുന്ന പല സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടുകളും അവിടെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുക്കാറുണ്ട്. പല മാതാപിതാക്കളും പറയുന്നത് വന്ന് വിഷമം പറയാറുണ്ട്, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എവിടെ കൊണ്ടുപോകും, ഞങ്ങളുടെ കാലശേഷം ആര് വരെ നോക്കും. ഇതാണ് കൂടുതലും ഹൃദയ സ്പർശമായിട്ടുള്ള ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൽ തോന്നുമ്പോഴേക്കും പലപ്പോഴും തന്നെ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഇതിനായിരിക്കും നമ്മളെയൊക്കെ ഒരു ഉപകരണങ്ങളാക്കി മാറ്റുന്നത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി. ഭയങ്കര തൃപ്തിയാണ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നോർക്കുമ്പോൾ വളരെ സന്തോഷവും തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതമാണ് എനിക്ക് ഇതുവരെയും തോന്നിയിരിക്കുന്നത്. അവരുടേതായ കുറച്ച് സ്വഭാവ വൈകല്യങ്ങളും മറ്റ് പല വയലൻ്റ് ആകും, അങ്ങനത്തെ രീതികളൊക്കെ വരുമ്പോഴും അവരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ, അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളുടെ സ്പെഷ്യൽ ടീച്ചേഴ്സ് വളരെ മുന്നോട്ട് ഡെഡിക്കേഷനായിട്ട് തന്നെ ഇവിടെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സും പറയുന്നത് കേൾക്കാം, SSCയിൽ വരുമ്പം ഒരു പ്രത്യേക ഫീലാണ് സിസ്റ്റർ, ഒരു അറ്റ്മോസ്ഫിയറാണ്, ഒരു ഹാപ്പി മൈൻഡാണ്. കാരണം അവരും ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഈ പുണ്യവാളൻ SSC പുണ്യവാളൻ്റെ ഈ ഒരു നാമധേയത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ നയിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ട് പോകാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം
നമുക്ക് ഫുഡായാലും കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നു. പിന്നെ ഇവിടെ തന്നെ ഇവിടെ നിന്ന് പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്, പെൺകുട്ടികൾ, അവരുടെ കാര്യങ്ങൾ നോക്കണം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ, അത് അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഫിനാൻഷ്യൽ സപ്പോർട്ട്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ സാലറി, വണ്ടിയുടെ മെയിൻ്റനൻസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ, ഞങ്ങളുടെ പ്രോവിൻസിൽ അധികാരികൾ ഞങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സ്കൂള് മുന്നോട്ട് നയിക്കുവാൻ അവരുടെ സഹായം വളരെ വലുത് തന്നെയാണ്. കൂടാതെ ഞങ്ങളുടെ ഈ സ്കൂള് നടത്തുവാൻ ഒത്തിരി നല്ല സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. റോട്ടറി ക്ലബ്ബുണ്ട്, അതുപോലെ തന്നെ പല ഫാമിലീസുണ്ട്, നമ്മുടെ അടുത്തുള്ള അയൽപ്പക്കക്കാരുണ്ട്. ഒത്തിരി പേരുടെ നല്ല മനസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ സ്കൂള് ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നത്. കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ആ സമയം തമ്പുരാൻ ഏതെങ്കിലും വഴി കൂടെയൊക്കെ ഞങ്ങളെ ഇങ്ങനെ നയിച്ചുകൊണ്ട് തരുന്നു. പലപ്പോഴും തന്നെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സ്കൂള് ഇത്രയും രീതിയിൽ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കരവും കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എന്ന് പലപ്പോഴും പല അനുഭവങ്ങളിലൂടെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം പല എക്സ്പീരിയൻസസ് എനിക്ക് ഉണ്ട്. ഈ ഒരു ഫീൽഡിൽ ഞാൻ വന്നിട്ട് 12 കൊല്ലമായി. 12 കൊല്ലമായും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും. എനിക്കത് എങ്ങനെ രീതിയിൽ കടന്നു പോകുന്നെന്ന് എനിക്ക് തന്നെ അറിയാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും തമ്പുരാൻ നടത്തിക്കൊണ്ട് പോകുന്നതിൽ എനിക്ക് നിസ്സംശയം തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ രീതിയിൽ ഈ ഒരു സ്ഥാപനത്തിനെ കൂടുതലും ഉത്തേജിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അവരുടെ ഡെഡിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ, പല രീതിയിലും അവരുടെ അനുഭവങ്ങളും എനിക്ക് പലപ്പോഴും ഇൻസ്പിറേഷൻ ആകാറുണ്ട്, പ്രചോദനം ആകാറുണ്ട്. ടീച്ചേഴ്സ് പറയാറുണ്ട്, ഞങ്ങളിവിടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുടുംബത്തിലായാലും ഞങ്ങൾക്കായാലും വളരെ സന്തോഷമാണ്, ദൈവം ഞങ്ങളെ ഓരോ രീതിയിൽ വഴി നടത്തുന്നു എന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പലരുടെയും വായിലൂടെ. മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ സന്തോഷം ഉള്ള സമയങ്ങളുണ്ട്. അവരും എപ്പോഴും പറയും, ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും കുഞ്ഞുങ്ങളിവിടെ ഞങ്ങൾക്ക് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നതൊക്കെ അതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പാണാവള്ളി പഞ്ചായത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു സ്കൂൾ നടക്കുമ്പോൾ പല മാതാപിതാക്കൾക്കും പല അധ്യാപകർക്കും നമ്മളുടെ ഈ ഒരു സ്ഥാപനം, പുണ്യാളൻ്റെ നാമോദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം ഒത്തിരിയേറെ ശക്തിയും കരുത്തും നൽകുന്നു എന്നുള്ളതിൽ ഒത്തിരി സംശയവുമില്ല. അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ ചേർത്ത് പിടിക്കുന്ന എല്ലാ നല്ല വ്യക്തികൾക്കും, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർച്ചയിൽ അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ബാൻഡ് സെറ്റ് ട്രെയിനിങ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യോഗ, മ്യൂസിക്, ഡാൻസ്, പിന്നെ അതുപോലെ ഒത്തിരി കുറേ ഏറെ എക്സ്ട്രാ സ്പോർട്സ് ഇത് കൊടുക്കുന്നുണ്ട്, സ്പോർട്സ് ട്രെയിനിങ്. ഇതിലൂടെ കുഞ്ഞുങ്ങൾ പല രീതിയിൽ കളിക്കാനും സ്പോർട്സിനായാലും ആർട്സിനായാലും പോയി ഉന്നത വിജയം കരസ്ഥമാക്കി മിടുക്കത്തികളായിട്ട് ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ അവർക്ക് എന്താണ് ആവശ്യമെന്ന് ആ ഒരു ഉദ്ദേശത്തോടു കൂടി അത് മനസ്സിലാക്കി അത് അവർക്ക് നിറവേറ്റി കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം ഇത്രയും നല്ല രീതിയിൽ തമ്പുരാൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് കരുതുന്ന കാക്കുന്ന തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും ഒത്തിരി മക്കൾക്ക് ഒരാശ്രയമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ ജയ് ഹിന്ദ്.